ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 81 82 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ വരാൻ ഇത്ര ലേറ്റ് ആയതിന്റെയും പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറഞ്ഞതിന്റെയും കാരണം പറഞ്ഞ് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. സോ അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയങ്ങളാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് പോകാം. സോ ഇപ്പോൾ കമുനാബിയിലെ 4 പേരുടെ ശരീരം പൊട്ടിത്തെറിച്ച് ഹിഷാക്കുവിന്റെ ആ പൈൻ ട്രീ സ്പെല്ല്, അതായത് പൈൻ ട്രീസ് പുറത്തേക്ക് വന്നല്ലോ. സോ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വോൾവറിന്റെ താടി വെച്ച മന്ത്രവാദി ഇപ്പോൾ കോർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങേരുടെ പേരിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇസാരു എന്നാണ്. ആ കോർ സ്റ്റേഷനിൽ ഇരിക്കുന്ന മന്ത്രവാദി ഇപ്പോൾ പറയുന്നുണ്ട്, മാസ്റ്റർ ഇസാരു, ഞങ്ങൾ ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിനുച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ഇസാരു ചോദിക്കുന്നുണ്ട്. അത് സേഫ് ആണെന്ന് മറ്റേ മന്ത്രവാദി പറയുന്നു. അപ്പോൾ ഹിഷാക്കു കമുനാബിയെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് തകർക്കാനുള്ള പ്ലാനാണല്ലേ. ഇപ്പോൾ മരിച്ച 4 പേരല്ലാതെ അതിൽ കൂടുതൽ ഓഫീസേഴ്സ് അവരുടെ നിയന്ത്രണത്തിൽ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും 4 കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പ്രൊട്ടക്ട് ചെയ്തിരിക്കണമെന്ന് ഇസാരു പറയുന്നു. ഒന്ന്, ഫോഴ്സ് ഫീൽഡിന്റെ കോറ്. രണ്ടാമത് ഷിനുച്ചി. മൂന്നാമത് ആ സോട്ട് മാസ്റ്റർ. പിന്നെ 4-മതായിട്ട് ഹാക്കുരിയെയും. ഹാക്കുരി ഇപ്പോഴും എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഷിനുച്ചിയുടെ നേർക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനിപ്പോൾ ഒരു മെയിൻ ഹാളിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു മന്ത്രവാദി അവനെ ശ്രദ്ധിക്കുന്നു. അയാളിപ്പോൾ ഹാക്കുരിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എൻ്റെ പേര് കാഷിമ, ഞാൻ മിസ്റ്റർ കുഡോയ്ക്ക് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രൂപ്പ് ലീഡറാണ്. മിസ്റ്റർ കുഡോ നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയതാണല്ലോ, അദ്ദേഹം നിങ്ങളുടെ കൂടെ ഇല്ലേ? എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഇപ്പോൾ ഉടനെ ആ കോർ സ്റ്റേഷനിലെ മന്ത്രവാദി എല്ലാവർക്കും അനൗൺസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് 4 കമുനാബി ഓഫീസേഴ്സിന്റെ ബോഡി പൊട്ടിത്തെറിച്ചിട്ട് പൈൻ ട്രീസ് പുറത്തേക്ക് വന്നു. അവരുടെ ശവശരീരങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഹിഷാക്കു അവരുടെ എല്ലാ ഉള്ളില് സ്പെല്ല് ചെയ്ത വിത്തുകൾ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരിയർ മരിക്കുമ്പോൾ ആ സ്പെല്ല് ആക്റ്റീവ് ആവും. ഇപ്പോൾ ഈ കോർ സ്റ്റേഷനിലെ മന്ത്രവാദി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതായത് ഈ വിത്തുകൾ ദേഹത്ത് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ കമുനാബി ഓഫീസേഴ്സിന്റെ അറിവോടുകൂടി അല്ലാതെ അത് സാധിക്കില്ല. സോ അവരൊക്കെ ഈ ഹിഷാക്കുവിന്റെ സൂയിസൈഡ് ബോംബേഴ്സ് ആവാനായിട്ട് എന്തിനായിരിക്കും സമ്മതിച്ചത്? ചിലപ്പോൾ അവരെ ഹിഷാക്കു എങ്ങനെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാകാം എന്നൊക്കെ പുള്ളി ചിന്തിക്കുന്നു. എന്നിട്ട് പുള്ളി ഇപ്പോൾ വീണ്ടും അനൗൺസ്മെന്റ് തുടരുന്നുണ്ട്. അതായത് പൊട്ടാൻ ഇനിയും ബോംബുകൾ ബാക്കിയുണ്ട്. വേറെയും വിത്തുകൾ ഉണ്ടോ എന്നറിയാൻ ഞാൻ ഈ ഏരിയ മുഴുവൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് 50ഓളം എണ്ണം എനിക്ക് പലയിടത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. സോ ഇപ്പോൾ ഹാക്കുരി കാഷിമയോട് പറയുന്നുണ്ട്, കുഡോ എന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരിച്ചുപോയി എന്ന്. ഇത് കേട്ടിട്ട് കാഷിമയാണെങ്കിൽ ആകെ ഇങ്ങനെ വല്ലാതാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയ കാഷിമയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഏകദേശം 500 വർക്കേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അനൗൺസ്മെന്റിൽ പറഞ്ഞത് 50 വിത്തുകളെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ 10 പേരിലും ഒരാൾ ഹിഷാക്കുവിന്റെ സൂയിസൈഡ് ബോംബർ ആവാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഈ കോർ സ്റ്റേഷനിലെ മന്ത്രവാദി വീണ്ടും അനൗൺസ് ചെയ്യുന്നുണ്ട്, അതായത് ഞാൻ അവരുടെ എക്സാക്ട് ലൊക്കേഷൻ ഇപ്പോൾ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ കമുനാബി മെമ്പേഴ്സും ഇപ്പോൾ പരസ്പരം അകന്നു മാറിയിട്ട് ഓരോ സ്ഥലത്തായിട്ട് പോയി അനങ്ങാതെ നിൽക്കണം. ഹാക്കുരി സസനാമിക്ക് മാത്രം മൂവ് ചെയ്യാം. ഈ കോർ സ്റ്റേഷനിലെ മന്ത്രവാദി ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവരെ പിൻ പോയിന്റ് ചെയ്യുമെന്ന് കാഷിമ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി ഇപ്പോൾ ഈ ഓർഡർ കിട്ടിയതനുസരിച്ച് എല്ലാവരോടും അകന്നു മാറി നിൽക്കാനായിട്ട് പറയുന്നു. ഏതെങ്കിലും ഒരുത്തൻ സംശയകരമായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യുന്നത് കണ്ട അവൻ്റെയൊക്കെ കൈയും കാലും ഞാൻ തല്ലി ഒടിച്ച് വിടുമെന്നും കാഷിമ പറയുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഇനി ആരും വരില്ല, ഈ വഴി പൊക്കോളൂ ഹാക്കുരി, ദേ അവിടെയാണ് ഷിനുച്ചി ഉള്ളത്. ഹാക്കുരി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഹാക്കുരി എന്ന് വിളിച്ചുകൊണ്ട് കുഡോ പുറകിൽ കൂടെ വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോകുന്ന അപകടമാണ്, ഞാനും നിന്റെ ഒപ്പം വരാമെന്ന് പുള്ളി പറയുന്നു. പുള്ളി ആകെ പരിക്ക് പറ്റിയ ഒരവസ്ഥയിലാണുള്ളത്. മിസ്റ്റർ കുഡോ, നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന് ഹാക്കുരി ചോദിക്കുന്നു. എന്തോ ഭാഗ്യം, രക്ഷപ്പെട്ടു എന്ന് കുഡോ പറയുന്നു. അവിടെ തന്നെ നിൽക്കുക, അനങ്ങരുതെന്ന് ഇപ്പോൾ കാഷിമ കുഡോയോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹാക്കുരി ആണെങ്കിൽ ഞെട്ടുന്നുണ്ട്. കുഡോ പറയുന്നുണ്ട്, കാഷിമ ഇത് ഞാനാടാ. മിസ്റ്റർ കുഡോ, നിങ്ങൾ രക്ഷപ്പെട്ടതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ വന്ന അനൗൺസ്മെന്റ് നിങ്ങളും കേട്ടതല്ലേ? അതെ കേട്ടു, പക്ഷെ ഹാക്കുരിയെ ഷിനുച്ചിയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വിടുന്നത് അപകടമാണ്, ശത്രുക്കളല്ല അവന്റെ പിന്നാലെയാണ് എന്ന് കുഡോ പറയുന്നു. കാഷിമ ഇപ്പോൾ പറയുന്നുണ്ട്, അതെ അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. സോ പ്ലീസ് മിസ്റ്റർ കുഡോ, അകന്നു മാറി നിൽക്കണം. ഹാക്കുരി ഇപ്പോൾ പറയുന്നുണ്ട്, എല്ലാം ശരിയാണ്, പക്ഷേ അവിടെ വെച്ച് എന്നെ രക്ഷിക്കാനായിട്ട് ജീവൻ റിസ്ക് ചെയ്ത ആളാണ് മിസ്റ്റർ കുഡോ. ആയിരിക്കാം, പക്ഷെ കിട്ടിയ ഓർഡർ നമ്മൾ അനുസരിച്ചേ മതിയാകൂ. നീ പെട്ടെന്ന് ഷിനുച്ചിയുടെ അടുത്തേക്ക് പോകാൻ നോക്ക് എന്ന് കാഷിമ പറയുന്നു. കാഷിമ, എടാ ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഡോ പിന്നെ മുന്നോട്ട് വരുന്നുണ്ട്. കാഷിമ ഇപ്പോൾ പറയുന്നുണ്ട്, നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. സോ ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും നിൽക്കുകയാണ്. കുഡോയുടെ മുഖത്ത് എന്തോ ഒരു ദേഷ്യം കാണാം.
അതേപോലെ രണ്ട് കമുനാബി ഓഫീസേഴ്സ് വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഹാക്കുരി ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ നിൽക്കുന്ന രണ്ട് ഓഫീസേഴ്സിന്റെ തൊട്ടു പിന്നിൽ കൂടെ കയ്യിൽ രണ്ട് വാളും പിടിച്ചോണ്ടൊരു പെൺകുട്ടി വരുന്നു. അവൾ ഒരു കമുനാബി ഓഫീസറാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഹാക്കുരിക്ക് ലിഫ്റ്റിൽ വെച്ചിട്ട് കുഡോ ഇവിടുത്തെ യങ്ങായിട്ടുള്ള ട്രൂപ്പ് ലീഡേഴ്സിനെ പറ്റി പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവളുടെ ഫോട്ടോയും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവളിപ്പോൾ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ടിട്ട് കാഷിമ ആ രണ്ട് ഓഫീസേഴ്സിനോട് വിളിച്ചു പറയുന്നുണ്ട് ഗെറ്റ് ഡൗൺ എന്ന്. അവളിപ്പോൾ ജെറ്റ് സ്പീഡിൽ അവിടുന്ന് വന്നിട്ട് ഈ രണ്ട് ഓഫീസേഴ്സിന്റെ തല വെട്ടി അടുത്തത് ഹാക്കുരിയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും കാഷിമ മുന്നിൽ കയറിയിട്ട് ആ അറ്റാക്ക് ഏറ്റുവാങ്ങുന്നുണ്ട്. ഇപ്പൊ ആ മരിച്ചു വീണ രണ്ട് മന്ത്രവാദികളുടെയും കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് പൈൻ ട്രീസ് പുറത്തേക്ക് വരുന്നുണ്ട്. സോ അവര് സൂയിസൈഡ് ബോംബേഴ്സ് ആയിരുന്നു. ഇപ്പൊ അത് ഹാക്കുരിക്ക് നേരെ വരുമ്പോഴേക്കും അവൻ ഇസോ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അതെല്ലാം ബ്രേക്ക് ആക്കിയിട്ട് അവൻ തെറിച്ചിങ്ങനെ വീഴുന്നുണ്ട്. ഇപ്പൊ അവൻ നോക്കുമ്പോഴേക്കും കാഷിമയുടെ കഴുത്തിൽ കത്തി വെച്ചോണ്ട് കുഡോ അവിടെ നിപ്പുണ്ട്. തൊട്ടു പിന്നിലായിട്ട് മറ്റേ പെണ്ണുമുണ്ട്. സോ ഇപ്പോൾ അത് കുഡോ അല്ല, അത് വേറെ ഒരു മന്ത്രവാദിയായിരുന്നു. അവന്റെ ട്രാൻസ്ഫോർമേഷൻ മന്ത്രവാദമായിരുന്നു അത്. ഒറോച്ചിമാറുവിനെയൊക്കെ പോലെ ഇപ്പൊ മുഖത്തെ ആ മാസ്ക് ഇങ്ങനെ ഉരുക്കി കളഞ്ഞിട്ട് അവൻ ഹാക്കുരിയോട് പറയുന്നുണ്ട്, മിസ്റ്റർ കുഡോ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ അയാൾ സ്വന്തം ജീവൻ കളഞ്ഞു എന്ന്. അവൻ എന്നിട്ടിപ്പോൾ കൂടെയുള്ള പെണ്ണിനോട് പറയുന്നുണ്ട്, അപ്പോൾ കുഡോയുടെ ട്രൂപ്പിനെ എല്ലാം നമ്മൾ തീർത്തു, നമുക്കുള്ള കോട്ട എങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ വെസ്റ്റേൺ അണ്ടർഗ്രൗണ്ട് സെക്ഷനിലെ മെയിൻ ഫോഴ്സിനെ ഇനിയും പേടിക്കേണ്ടതില്ല. സോ ഇനി നേരെ പോയി ആ ഹാക്കുരിയുടെ കൂടി കഥ കഴിച്ചേക്ക്. ഇപ്പൊ ഇതെല്ലാം കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഹാക്കുരിയെ എടുത്ത് കാഷിമ വിളിച്ചു പറയുന്നുണ്ട്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്, അതേപോലെ നിന്റെ മുന്നിലേക്ക് വരുന്ന ആരെയും വിശ്വസിക്കരുത്. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ കൂടി വരികയാണെന്നുള്ള കാര്യം കോർ സ്റ്റേഷനിൽ ഇരിക്കുന്ന മന്ത്രവാദികൾ സെൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സൂയിസൈഡ് ബോംബേഴ്സ് മാത്രമല്ല, വേറെ ഒരു തരം ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് ആ കോർ സ്റ്റേഷനിലെ മെയിൻ മന്ത്രവാദിയും പറയുന്നുണ്ട്. ഇപ്പൊ ഇസാരുവും പറയുന്നുണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒന്ന് ഹിഷാക്കു ഉള്ളിൽ വിത്തുകൾ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള കമുനാബി മന്ത്രവാദികൾ. മിക്കവാറും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വല്ലതും ഹോസ്റ്റേജസ് ആക്കി വെച്ചിട്ടായിരിക്കും ഹിഷാക്കു അവരെ ഇതിന് സമ്മതിപ്പിച്ചിട്ടുണ്ടാവുക. രണ്ടാമത്തെ തരം ആൾക്കാരെന്ന് പറയുന്നത് കമുനാബിക്കുള്ളിലെ ചതിയന്മാരാണ്. അവർ ഇവിടുത്തെ ഇൻഫർമേഷൻസ് ഹിഷാക്കുവിന് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രവാദി ഇപ്പോൾ പറയുന്നുണ്ട്, എല്ലാം തീർന്നു, നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ധാരണയില്ല. എന്നാൽ ശത്രുക്കൾക്കാണെങ്കിൽ നമ്മളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ താനും. അവരെ നമുക്കിനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇസാരു അവനോട് ചൂടാവുന്നുണ്ട്. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, ഇങ്ങനെ ഇരുന്ന് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കാതെ ഒരു കാര്യം ചെയ്യ്, നമ്മളുടെ ഓർഡേഴ്സ് ഫോളോ ചെയ്യാത്ത ട്രൂപ്പുകളെയും അതേപോലെ തന്നെ ആൾക്കാരെയും ഐഡന്റിഫൈ ചെയ്യാൻ നോക്ക്. അപ്പോൾ നമുക്ക് ചതിയന്മാരെ കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ആ കോർ സ്റ്റേഷനിലെ മെയിൻ മന്ത്രവാദി പറയുന്നുണ്ട്, അവന്മാരുടെ ആ മരച്ചില്ലകളൊക്കെ നമ്മളുടെ സർക്യൂട്ടുകൾക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സെർച്ചിങ് പതുക്കെ ഇപ്പൊ നടക്കുന്നുള്ളൂ. ഇസാരു ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇതിനുള്ളിലെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. സോ ഈ അറ്റാക്ക് കഴിയുമ്പോഴേക്കും കമുനാബിക്ക് ഉള്ളിലെ ചതിയന്മാരെ എല്ലാം പുറത്തു കൊണ്ടുവരാം. ഹാക്കുരി ഇപ്പോൾ ഷിനിച്ചിയുള്ളിടത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പുറകെ ആ രണ്ട് മന്ത്രവാദികളും ഉണ്ട്. അവനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അവരെല്ലാവരും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് മരിച്ചത്. ഇനി മുന്നിലേക്ക് വരുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ മിസ്റ്റർ കുഡോ പറഞ്ഞതുപോലെ എന്റെ മന്ത്രവിദ്യ ലിമിറ്റഡ് ആണ്. സോ എനിക്ക് എത്ര നേരം ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഹാക്കുരി ഓടുമ്പോഴാണ് ഹാക്കുരിക്ക് നേരെ ഉറൂഹ ഓടി വരുന്നു. ഇപ്പൊ ഇത് കണ്ട് ഞെട്ടിയ ഹാക്കുരി അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പക്ഷെ അവനപ്പോ കാഷിമ പറഞ്ഞത് ഓർക്കുന്നു, അതായത് ആരെയും വിശ്വസിക്കരുത്. ഇത് ഇനിയും വല്ല ട്രാൻസ്ഫോർമേഷൻ എബിലിറ്റി യൂസ് ചെയ്യുന്ന മന്ത്രവാദിയാണെങ്കിലോ എന്നൊക്കെ ചിന്തിച്ച് ഹാക്കുരി ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ തൊട്ടു പിന്നാലെ എത്തിയിട്ടുണ്ട് മറ്റേ രണ്ട് മന്ത്രവാദികൾ. ഇപ്പൊ ഈ ഓടി വരുന്ന ഉറൂഹ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാതെ ഹാക്കുരി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഉറൂഹ അത് പറയുന്നത്, ഹാക്കുരി സെന്റിപീഡ്. അതായത് ട്രെയിനിൽ വെച്ചിട്ട് ഹിഷാക്കുമായിട്ടുള്ള ഫൈറ്റില് അവന്മാരെ എല്ലാം കറങ്ങി വെട്ടുന്നതിന് മുന്നേ ഹാക്കുരിയോടും ഉറൂഹയോടും തല കുനിച്ചോളാൻ പറയാൻ ചിഹിരോ ഉപയോഗിച്ച കോഡ് വാക്കാണല്ലോ അത്, സെന്റിപീഡ്, ആ ഷിനുച്ചിയുടെ അറ്റാക്ക്. സോ ഇപ്പൊ ഈ കാര്യത്തെ പറ്റി അറിയണമെങ്കിൽ ഇത് ഒറിജിനൽ ഉറൂഹ തന്നെ ആയിരിക്കണം. പുള്ളി ഇപ്പൊ വാള് കയ്യിലെടുത്തിട്ട് വൈറ്റ് ബ്യൂരിറ്റി സ്റ്റൈലിൽ ഒരു വെട്ടുന്നുണ്ട്. ഹാക്കുരി തല കുനിച്ചൊഴിഞ്ഞു മാറുന്നു. ഉറൂഹ ഇപ്പൊ ഹാക്കുരിയുടെ മേലെ കൂടെ ജമ്പ് ചെയ്തു പോയി ആ രണ്ട് മന്ത്രവാദികളെയും വെട്ടിയിട്ടിരിക്കുകയാണ്. സോറി ഹാക്കുരി, ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി എന്ന് പുള്ളി പറയുന്നു. മിസ്റ്റർ ഉറൂഹ, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നതെന്നൊക്കെ ഹാക്കുരി ചോദിക്കുന്നു. ഉറൂഹ ഇപ്പൊ പറയുന്നുണ്ട്, എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം, ഇപ്പോ നീ എന്റെ കൂടെ വാ. ഓക്കെ എന്നിപ്പോ ഹാക്കുരിയും പറയുന്നുണ്ട്. സോ ഇനി ചിഹിരോയ് സാമുറയുള്ള സീൻസ് ആണ് കാണിക്കുന്നത്. ഹിരുഹിക്കോയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കുമയൂരി റോയ്ക്ക് കൈമാറുന്നുണ്ട് സാമുറ. ഹിരുഹിക്കോ എവിടെയെന്ന് റോ ചോദിക്കുന്നുണ്ട്. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു. സോ ഇപ്പോഴും കുമയൂരിയുമായിട്ടുള്ള ഹിരുഹിക്കോയുടെ കോൺട്രാക്ട് കട്ടായിട്ടില്ല. അതേപോലെ തന്നെ കുമയൂരിയുടെ താഴേക്ക് വീണുപോയി, 2 ഫ്ലോറിന് കീഴിലായിട്ട് എവിടെങ്കിലും കാണുമെന്നും സാമുറ പറയുന്നു.
ഇപ്പോൾ ഇവിടുത്തെ ഈ സാമുറയുടെ ഫൈറ്റ് കണ്ടിട്ട് ചിഹിരോ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ ഈ 18 വർഷം കൊണ്ട് പുള്ളിയുടെ എബിലിറ്റീസ് നല്ലപോലെ കൂട്ടിയിട്ടുണ്ട്. ടോബി മുനെ വെച്ചിട്ട് ആ റീജനറേഷൻ എബിലിറ്റീസ് ഒക്കെ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പുള്ളിക്ക് ബാക്ക് ടു ബാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ എന്തിനാവും പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? മാലിഡിക്ഷൻ തടയുക എന്നുള്ളത് മാത്രമാണ് സാമുറയുടെ ഉദ്ദേശം. സോഡ് ബെയറേഴ്സിനെ കൊല്ലണമെന്ന് പുള്ളിക്ക് ഒരാഗ്രഹവും ഇല്ല. സോ മിസ്റ്റർ ഉറൂഹ അദ്ദേഹം ജീവനോടെ ഉണ്ടല്ലേ എന്ന് ചിഹിരോ സാമുറയോട് ചോദിക്കുന്നു. റോയൊക്കെ ഇപ്പൊ ഇത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് സെൻകുട്സുജി ടെമ്പിളിൽ വെച്ച് ഉറൂഹയും സാമുറയും തമ്മിൽ സംസാരിച്ചത്. സാമുറ ആണെങ്കിൽ പറയുന്നുണ്ട്, ഒരുപാട് പേരുടെ ജീവൻ എടുത്ത വലിയ വിപത്തായിട്ടുള്ള മാലിഡിക്ഷൻ ഇനി സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, സോട്ട് മാസ്റ്ററിനെ ഇല്ലാതാക്കണം. കമുനാബി അതിന് മുതിരാത്തത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള സോട്ട് ബെയറേഴ്സിന്റെ ജീവൻ കൂടി അപകടത്തിലാകുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മറ്റൊരു മാലിഡിക്ഷനുള്ള സാധ്യത കുറയ്ക്കുന്നതിനു വേണ്ടിയിട്ട് കമുനാബി ഷിനുച്ചിയും സീൽ ചെയ്തു, സോട്ട് മാസ്റ്ററിനെയും തടവിലാക്കി. അപ്പോഴും സാധ്യത കുറയുന്നതേ ഉള്ളൂ, ഇല്ലാതാകുന്നില്ല. സോ ഞാൻ എല്ലാ സോട്ട് ബെയറേഴ്സിനെയും കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉറൂഹയ്ക്കാണെങ്കിലും ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ പണ്ടേ ഇല്ലാതായതാണ്. പക്ഷെ തന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ചുപോയ കമുനാബി സ്ക്വാഡിലുള്ള ആൾക്കാരുടെയും അതേപോലെ തന്നെ തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ചിഹിരോയുടെയും ഹാക്കുരിയുടെയും ഒക്കെ മുഖങ്ങൾ ആലോചിക്കുമ്പോൾ സ്വന്തം ജീവൻ അങ്ങനെ ചുമ്മാ ഇട്ടെറിഞ്ഞു പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നും ഉറൂഹ സാമുറയോട് പറയുന്നു. പക്ഷെ സാമുറ ഇപ്പൊ പറയുന്നുണ്ട്, അതോർത്ത് നീ വിഷമിക്കണ്ട, മരിക്കേണ്ടത് നീയല്ല, നിന്റെ ഉള്ളിലെ ആ ഹീറോ വേർഷൻ മാത്രമാണ്. സോ ഇത്രയും പറഞ്ഞിട്ടാണ് അവർ ആ ഫൈറ്റ് ചെയ്തത്. വെട്ടിയിട്ട ശേഷം തന്നെ സുസാക്കു, അതായത് ആ ഫ്ലെയിംസ് കൊണ്ട് ഉറൂഹയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സ്പെല്ലും സാമുറ ചെയ്തിരുന്നു. സോ അപ്പൊ ഇതാണ് പുള്ളിയുടെ പ്ലാൻ. ഇതിനു വേണ്ടിയാണ് പുള്ളിയുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തത്. സോ അങ്ങനെ ചത്തു എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉറൂഹ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് പുള്ളി ശരിക്കും ഒരു നിമിഷത്തേക്ക് മരിച്ചുപോയി, എന്നിട്ട് പുള്ളി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ്. ആ മരിച്ച നിമിഷം തന്നെ പുള്ളിയുടെ എറ്റേണൽ കോൺട്രാക്റ്റും മുറിഞ്ഞുപോയി. സാമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉറൂഹയിലെ ആ ഹീറോ വേർഷൻ ഇല്ലാതായി. ഡോക്ടർമാരൊക്കെ ഇത് കണ്ട് ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, ഒരു ഫിനിക്സിനെ പോലെ പുള്ളി മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന്. ഉറൂഹ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ടോബി മുനയുടെ സുസാക്കു എന്ന് പറഞ്ഞ പവറാണ്. പുള്ളിക്കാരൻ ആ ഫ്ലെയിംസ് ഉറൂഹയുടെ ദേഹത്തേക്ക് ഇംപ്ലാന്റ് ചെയ്തു. അങ്ങനെ ഉറൂഹയുടെ മരണത്തിന് ശേഷം ആ സ്പെല്ല് ആക്റ്റീവായി ഉറൂഹ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. യൂസറിന്റെ മരണത്തിന് ശേഷം ആക്റ്റീവ് ആവുന്ന സ്പെൽസ് ഉണ്ടല്ലോ, ഇപ്പോ കമുനാബി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹിഷാക്കു അങ്ങനെയല്ലേ ചെയ്യുന്നത്. കമുനാബി ടീമൊക്കെ മരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ നിന്ന് പൈൻ ട്രീസ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ സാമുറ ചെയ്യുന്ന മന്ത്രവാദത്തിന്റെ കേസിൽ മരിച്ചിട്ട് ആള് പുനർജനിക്കുകയാണ്. 18 വർഷങ്ങൾക്ക് മുമ്പ് എന്തായാലും സാമുറയ്ക്ക് ഇത്രയും പവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. സോ പുള്ളി അപ്പോൾ സ്കിൽസ് ഇത്രയും ഡെവലപ്പ് ചെയ്തത് സോട്ട് ബെയറേഴ്സിനെ അവരുടെ എറ്റേണൽ കോൺട്രാക്ട്സിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഉറൂഹ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഈ മന്ത്രവിദ്യയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഈ മന്ത്രവാദി ഇല്ലാതായി കഴിഞ്ഞാൽ സ്പെല്ലും ഇല്ലാതാവും. അതിനർത്ഥം സാമുറയ്ക്ക് സ്വയം ഇങ്ങനെ എറ്റേണൽ കോൺട്രാക്ട് മുറിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. സോ ബാക്കിയുള്ള സോട്ട് ബെയറേഴ്സിനെയും ഇതേ പാറ്റേണിൽ തന്നെ എറ്റേണൽ കോൺട്രാക്ട്സിൽ നിന്ന് മോചിപ്പിച്ച ശേഷം സോട്ട് മാസ്റ്ററിനെയും കൊന്ന് സ്വയം ഇല്ലാതായി മാലിഡിക്ഷൻ അവസാനിപ്പിക്കാനാണ് സാമുറയുടെ പ്ലാൻ എന്ന് ഉറൂഹ മനസ്സിലാക്കുന്നു. സോ ഇപ്പോൾ സാമുറയെ റോൾ മോഡലാക്കി പുള്ളിയെ ആരാധിച്ചിരുന്ന ഉറൂഹയ്ക്ക് പുള്ളിയെ ഒറ്റയ്ക്ക് മരണത്തിലേക്ക് തള്ളിവിടാൻ തോന്നുന്നില്ല. സോ ഉറൂഹ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് പുള്ളിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഡോക്ടർ അതിന്റെ കാരണം പറയുന്നുണ്ട്. അതായത് 18 വർഷങ്ങളായിട്ട് എറ്റേണൽ കോൺട്രാക്ട് ഉണ്ടായിരുന്ന ഒരു ബോഡിയല്ലേ, ഇപ്പോൾ ആ എറ്റേണൽ കോൺട്രാക്ട് മുറിഞ്ഞു പോയതുകൊണ്ട് തന്നെ പുള്ളിയുടെ നെർവസ് സിസ്റ്റം മുഴുവൻ ആകെ ഒരു അൽക്കുലത്ത് പരുവമായിരിക്കുകയാണ്. സോ മൊത്തത്തിലൊന്ന് റെഡിയായി വരാൻ കുറച്ച് ദിവസം പിടിക്കും. അപ്പോൾ മിസ്റ്റർ സാമുറയെ ആര് സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഉറൂഹ ചോദിക്കുന്നു. ആ ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ട് അതിനായിട്ട് മാസുമിയുടെ കൗണ്ടർ സാമുറ ഫോഴ്സ് ഉണ്ട്, അതിലേക്ക് ചിഹിരോ റോക്കുഹിരയും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. സോ ഉറൂഹ ഇപ്പോൾ ആ ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഞാൻ സർവൈവ് ചെയ്തു എന്ന് തൽക്കാലം കമുനാബിയിൽ റിപ്പോർട്ട് ചെയ്യണ്ട, ഇതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. സോ അങ്ങനെ ഇപ്പോൾ പ്രസന്റിലെ ഹാക്കുരിയെ പിടിക്കാനായിട്ട് വന്ന 2 മന്ത്രവാദികളും ഉറൂഹ ജീവനോടെ വന്നിരിക്കുന്നത് കണ്ട് ഞെട്ടുകയാണ്. ഞാൻ ഒരു തവണ തോറ്റുപോയി എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ചിഹിരോ ഒന്നും ഇവിടെ ഇല്ലാത്തപ്പോൾ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ ചിഹിരോയിലും ബാക്കിയുള്ളവരിലും എനിക്ക് പ്രതീക്ഷയുണ്ടെന്നും ഉറൂഹ പറയുന്നു. ഇനി സാമുറയും ചിഹിരോയും തമ്മിലുള്ള സീൻസ് ആണ് കാണിക്കുന്നത്. സാമുറ ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, ശരി നീ പറഞ്ഞതുപോലെ തന്നെ ഉറൂഹ ജീവനോടെ ഉണ്ടെന്ന് തന്നെ വെച്ചോ, അതിനിപ്പോ എന്താ? അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഒറ്റയ്ക്ക് മരണം തിരഞ്ഞെടുക്കാൻ പോവാണെന്നാണ് എന്ന് ചിഹിരോ പറയുന്നുണ്ട്. സാമുറ ഇപ്പൊ പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ, ഭാവിയിൽ മാലിഡിക്ഷൻ ഉണ്ടാവരുത്, എനിക്ക് അത്രേ ഉള്ളൂ. മാലിഡിക്ഷൻ സംഭവിക്കരുതെന്ന് നീയോ ആഗ്രഹിക്കുന്നില്ലേ ചിഹിരോ, അതുകൊണ്ട് നീ എന്നെ തടയാൻ നിൽക്കണ്ട, സോട്ട് മാസ്റ്ററിനെ എന്തായാലും ഞാൻ കൊന്നിരിക്കും. ഇപ്പോൾ എൻ്റെ തീരുമാനവും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ചിഹിരോ സാമുറയ്ക്ക് നേരെ നിഷിക്ക് ഉപയോഗിച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സാമുറയുടെയും ചിഹിരോയുടെയും വാളുകൾ തമ്മിൽ ക്ലാഷ് ആയിരിക്കുകയാണ്. ചിഹിരോ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സാഹചര്യത്തിലും മറ്റുള്ളവരെ രക്ഷിക്കാനേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ, അതിനുവേണ്ടിയായിരുന്നു നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്തിരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എത്ര ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും ഞാനത് ചെയ്യും.
ഞാൻ ജീവനോടെ ഇരുന്നാൽ മാലിഡിക്ഷൻ അവസാനിക്കില്ല എന്ന് പറഞ്ഞ് സാമുറ ഇപ്പൊ ചിഹിരോയെ പുറകിലേക്ക് തട്ടി മാറ്റുന്നുണ്ട്. അതിന് നിങ്ങളുടെ മരണമല്ലാതെ നമുക്ക് മറ്റൊരു പോംവഴി കണ്ടെത്താം, നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചിഹിരോ പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സാമുറയാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ നീ പറഞ്ഞതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരു റൂമിലേക്ക് കയറി കഥ അടയ്ക്കുകയാണ്. സോ ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെ നടുവിലായിട്ട് ആ കഥവിന്റെ മറ വന്നിരിക്കുകയാണ്. ഇപ്പോ കഥകിന്റെ അപ്പുറത്തെ സൈഡിൽ ടോബിമുനെയും കയ്യിലെടുത്തിട്ട് വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈലിൽ സാമുറ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു അറ്റാക്കിന് തയ്യാറായിട്ട്. ആ വാളില് സുസാക്കുവിന്റെ ആ ഫ്ലെയിംസും കാണാം. സോ സെങ്കുത്സുജിയിൽ വെച്ച് വെട്ടിയതുപോലെ ചിഹിരോയെ വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യാനാണ് സാമുറ ഉദ്ദേശിക്കുന്നത്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, സെങ്കുത്സുജിയിൽ വെച്ച് മിസ്റ്റർ സാമുറയുടെ അറ്റാക്ക് എനിക്കൊന്നും തടുക്കാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും പുള്ളി കൺവിൻസ്ഡ് ആകുമെന്നും തോന്നുന്നില്ല. സോ എന്റെ ഫുൾ പവറിൽ ഞാനും കൗണ്ടർ അറ്റാക്ക് ചെയ്തേ മതിയാകും. മിസ്റ്റർ സാമുറ ഈ വാതിലടച്ചത് തന്നെ അവസാന നിമിഷം വരെയും ഞാൻ അദ്ദേഹത്തിന്റെ അറ്റാക്ക് ഏത് രീതിയിലായിരിക്കുമെന്ന് മനസ്സിലാക്കരുതെന്നുള്ളത് കൊണ്ടാണ്. ഞാനിവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ പോലും ആ ശബ്ദം പിടിച്ചു പുള്ളി അറ്റാക്ക് ചെയ്യും. സോ ചിഹിരോ അങ്ങനെ അവിടുന്ന് ഒരടി അനങ്ങാതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ നിൽക്കുകയാണ്. ഇപ്പൊ അവന്റെ തൊണ്ടയിൽ നിന്ന് ഉമിനീരിറങ്ങുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് സാമുറ ആ ഡോറ് രണ്ടായിട്ട് വെട്ടിപ്പൊളിച്ചു വരുന്നുണ്ട്. ആ ഒരു അറ്റാക്കിന്റെ ഫോഴ്സിൽ ആ മുറിയിലെ സാധനങ്ങളൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. ചിഹിരോ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സോ ഇപ്പൊ അങ്ങനെ ആ മുറിയുടെ ചില്ലും പൊട്ടിച്ച് ചിഹിരോയും സാമുറയും പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇപ്പൊ അങ്ങനെ ഓപ്പൺ എയറിൽ എൻഡനും ടോബിമുനെയും തമ്മിലുള്ള ഒരു കിടിലൻ ക്ലാഷ്, ഒരു കിടിലൻ പാനലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ ഡിറ്റർമിനേഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് സാമുറ എടുത്ത് ചിഹിരോ പറയുന്നുണ്ട്. സോ അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഉടൻ തന്നെ കാണുന്നവരേക്കും ബൈ ബൈ.